ചെമ്മരത്തൂരിൽ വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെയും തോടന്നൂരിൽ നഴ്സിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടറെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചെമ്മരത്തൂരിൽ വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെയും തോടന്നൂരിലെ നഴ്സിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടറെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. മാർച്ച് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ ലതിക ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നാട്ടിലെ സാധാരണ സ്ത്രീകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഗവൺമെന്റ് എന്താണ് എന്നുള്ളത്. നേരത്തെ നമ്മുടെ സ്റ്റേഷനുകളിൽ ആ സ്റ്റേഷൻ ഭരിക്കാനൊരു സിഐയും ആ സ്റ്റേഷനിൽ തെമ്മാടിത്തങ്ങളും തെറ്റും കണ്ടാൽ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ ഭരണമാറ്റം വന്നപ്പോ പോലീസ് സ്റ്റേഷൻ ആരെ ഭരിക്കുന്ന നമുക്ക് അറിഞ്ഞൂടെ. ഇബ്രാഹിം ഹാജിനെ കൊന്ന സുധീരോ എന്നാ KPCC പിന്നെ എന്താ പ്രസിഡന്റ് മെമ്പറോ ഏതാ അങ്ങനെയുള്ള ഏതോ ചങ്ങായികളായിരിക്കും ഭരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ നിങ്ങൾ വിചാരിക്കേണ്ട പഴയ പോലീസ് സ്റ്റേഷനാണ് എന്ന്. പഴയ പോലീസ് സ്റ്റേഷനിലെ നമുക്ക് ആർക്കും കയറി ചെല്ലാൻ കഴിയുമായിരുന്നു. പഴയ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടു കൊടുത്താൽ ആ പരാതിയിൽ കൃത്യമായി നിലപാടെടുക്കാൻ വളരെ കൃത്യമായി ആഭ്യന്തരമന്ത്രി തന്നെ കൃത്യമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഭരണം മാറിയപ്പോൾ മാറ്റങ്ങൾ കണ്ടോ? ഒരു സ്ത്രീയെ 68 വയസ്സായ ഒരു വയോധികയെ വീട്ടിൽ കയറി പിടിക്കുക. ആ പിടിച്ചാൽ എന്താ പോലീസെ നിയമം? എന്താ ആ ഒരു നിയമവും ഇല്ലേ? നിങ്ങൾക്കാരാ മധ്യസ്ഥം പറയാൻ അവകാശം തന്നെ? പോലീസ് സ്റ്റേഷനിൽ മധ്യസ്ഥം പറയാൻ അവകാശമുണ്ടോ? മധ്യസ്ഥം പറയാൻ നിങ്ങൾ വേണ്ട. നാട്ടിലെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നാമന്മാരോ അടുത്ത പൗരപ്രമുഖരോ ആരെങ്കിലും ഉണ്ടാവും, ഒരു മധ്യസ്ഥം പറഞ്ഞോളും. നിങ്ങൾ കേസെടുക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നടത്തുന്നത്. ഇങ്ങനെ വിത്തുകാളെ സംരക്ഷിക്കാൻ ഇവരെ പരിപാടിയാ. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചങ്ങായി ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ ഒരു MP ഉണ്ടല്ലോ, ഇയാളെ കാലത്തൊക്കെ ഇവിടെ വന്ന് ഈ വിത്തുകാളെ വരസിയതാ. ഇവരെ സംരക്ഷിക്കാന്ന് കോൺഗ്രസിന്റെയും KPCCന്റെയും ഇപ്പോഴത്തെ ഭരണത്തിന്റെയോ പരിപാടി. അതിന്റെ ഒന്നും ഇവിടെ വളരെ വലിയ വിശദാംശങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാ. ഒരു ചങ്ങായി വിത്തുകാളയെ പോലെ എടപ്പാമക്കാരെ പോലെ ചെല്ല ഓലക്കാരി പിടിക്കുക. എന്താ ഇവന്റെ ഉദ്ദേശം എന്നുള്ള പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആരാ ഇത് നടപടി എടുക്കണ്ടേ? പോലീസ് നടപടി എടുക്കുമല്ലേ? പറ. പോലീസ് നടപടി എടുക്കാൻ പറ്റൂലെങ്കിൽ ഞങ്ങൾക്ക് മേലെ നിന്ന് ഇടപെടലുണ്ട്, ഞങ്ങളെ ഇന്നയാൾ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓനെ ഒരു ദിവസം കൊണ്ട് ഈ ഇവനെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. അതിന് വേറെ ആരും വേണ്ട, മഹിളാ അസോസിയേഷനെ വേണ്ടു. ഞങ്ങളുടെ സംഘടന ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നീതിയും നിയമവും ഈ നാട്ടിൽ നടപ്പിലാക്കണം, പുലരണം എന്ന് കരുതുന്ന പ്രസ്ഥാനമായതുകൊണ്ടാ നീതിക്കും നിയമത്തിന്റെയും ഭാഗത്ത് നിങ്ങൾ നിൽക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇത്തരം വൃത്തികളെയും ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെയും തടയാനാവശ്യമായ കരുത്തും ശക്തിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഈ ആനത്തേല് ഒടുക്കുവാനിട്ടാല് ഉണങ്ങുന്ന വെയിലാണിത്. ഈ വെയിലത്ത് ഞങ്ങൾക്ക് വീട്ടിലൊരു പരിപാടി ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, അതുകൊണ്ടല്ല വന്നത്. ഒരു സ്ത്രീയെ ഇങ്ങനെ ഈ രൂപത്തിൽ ഒരു സ്ത്രീയല്ല, ഒരുപാട് സ്ത്രീകളെ 38 വയസ്സ് മാത്രം പ്രായമായ ഒരു ചെറുപ്പക്കാരൻ, ഒരു തെമ്മാടി, ഒരു പെർവർട്ട്, ഈ നമ്മളെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയേണ്ട ഈ പെർവർട്ടില് രാഹുൽ മാങ്കൂട്ടം തന്നെയാണല്ലോ. ഒരു പേടിയ ഏത് രൂപത്തിലാ കോൺഗ്രസ് വരച്ചെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അവർക്ക് സംരക്ഷണം നൽകുന്ന പോലീസായി വടകര പോലീസ് മാറിയാൽ അങ്ങനെ ഒരു പോലീസിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിസ്സംശയം നിങ്ങളോട് പറയാം. അത് ഇവിടെയുള്ള ഏത് എമാമാരായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അതിശക്തമായി തന്നെ ഞങ്ങൾ അതിനെ നേരിടും. പിന്നെ നിങ്ങൾ നോക്ക്, ഒരു ഡോക്ടർ ആ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ശിശുരം ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി.
ഇവിടെ പരാതിയില്ലേ? പരാതി നിങ്ങൾ എന്താ നടപടിയെടുത്തത്? ഒരു നടപടിയും ഈ കേരളത്തില് വളരെ കൃത്യമായി നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാ. ഒരു രാജാതിരാജൻ, അതുപോലെ തന്നെ സിനിമയിൽ ആരെയും വെല്ലുന്ന ഒരു ചങ്ങായി തമ്മാടിത്തം നടത്തിയപ്പോ എത്ര കാലാ ജയിലിൽ കിടന്നത് അല്ലേ? ദിലീപിനെ നമ്മൾ ഓർമ്മിക്കുന്നില്ലേ? ദിലീപിനോളം പണമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ ആക്രമിച്ചപ്പോൾ അവരെ വളരെ കൃത്യമായി പണം കൊടുത്ത് തമ്മാടിത്തം ചെയ്യിച്ചപ്പോൾ ആ ചെയ്യിച്ചയാളെ ജയിലിലിട്ട ഒരനുഭവം നമുക്കുണ്ട്. കടന്ന അധിക കാലമൊന്നും മറക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മൾ വിചാരിക്കും സ്ത്രീപക്ഷം എന്ന് പറയുന്നത് 1000 ഉറുപ്പ്യ തരുത്താന്നല്ല. സ്ത്രീപക്ഷം എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി 1000 ഉറുപ്പ്യ പിടിക്ക് സഹോദരി എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സ്ത്രീകളുടെ കയ്യിലേക്ക് 1000 ഉറുപ്പ്യ കൊണ്ടുകൊടുക്കൽ മാത്രമല്ല, ഒരു സ്ത്രീ എന്ത് പറയുന്നു അതിന് നീതിയുണ്ട്. ആ നീതിക്ക് വേണ്ടി നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇതൊക്കെ കണ്ടതാ. ഒരു മാസം തികഞ്ഞിട്ടില്ല. ആ ഭരണ സംവിധാനം ഇല്ലാതായിട്ട്, ആ ഭരണ സംവിധാനം ഇല്ലാതായപ്പോൾ പോലീസിൽ വന്ന മാറ്റം നിങ്ങൾ നോക്കൂ. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.